മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10-നാണ് ഷഹീദായത്. അതുകൊണ്ട് മഹാനവറുകളെ വളരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ രാഷ്ട്രീയക്കാരായ അന്നത്തെ ആ വലിയ യസീദിന്റെ സംഘം, അവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മുഹറം 10 വരെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ 10 കഴിഞ്ഞതിന്റെ ശേഷമാണ് പല വിഷയങ്ങളിലേക്കും പ്രവേശിക്കാറുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, മുഹറം 10 വരെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പാടില്ലേ? അവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല 10 ദിവസങ്ങളാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ആരും കുറ്റിയടിക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും വീടുണ്ടാക്കാറില്ലല്ലോ, റമദാൻ മാസത്തിൽ നമ്മൾ ആരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും ഏർപ്പെടാറില്ല. എന്തുകൊണ്ട്? അത് അതിനുള്ള മാസമല്ല, അത് ഇബാദത്തിന്റെ മാസമാണ്. അത് അല്ലാഹുവിനെ ഇബാദത്തിലായി ചെലവഴിക്കാനുള്ള സമയങ്ങളാണ്. ആ സമയത്ത് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ട സമയമല്ല എന്നതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ദിവസങ്ങളിലെല്ലാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ആ ദിവസങ്ങളൊക്കെ നഹ്സായത് കൊണ്ടല്ല, മോശമായത് കൊണ്ടല്ല. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം മോശമായത് കൊണ്ടല്ല നിങ്ങൾ അന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നല്ല ദിവസമാണ്, അത് ഇബാദത്തിന്റെ ദിവസങ്ങളാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട പവിത്രമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നഹ്സുകളില്ല, ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ വേറൊരു കാരണം കൂടി പറയുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നമ്മുടെ പരിപാടികൾ, പ്രധാനപ്പെട്ട പരിപാടികൾ മുഹറം 10-ന്റെ അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ആദരവിന്റെയും ഒരു ബഹുമാനത്തിന്റെയും ഭാഗമാണ്. അതൊരു കാരണം ആണ്. ഏതായിരുന്നാലും മുഹറം 10-ന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ നഹ്സാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അതേ സമയത്ത് ആ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുന്നതിന് പറയുന്ന ന്യായങ്ങളും അതിന് പറയുന്ന വിശദീകരണങ്ങളും ഇങ്ങനെയാണ്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ മനസ്സിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത്, ആ പരിശുദ്ധമായ മുഹറം 10-ന്റെ അന്ന് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ ഒരുപാട് പുണ്യങ്ങളുണ്ട്. അത് ഒന്ന് നോമ്പ് നോക്കൽ തന്നെയാണ്. എന്നാൽ നോമ്പ് നോക്കലിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം പല ഗ്രന്ഥങ്ങളിലായി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫസൂമൂഹു വവസ്സിഉ ഫീഹി അലാ ഇയാലിക്കും. അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ. അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം. നല്ല വിശാലമായ ഭക്ഷണം ഉണ്ടാക്കുക. സാധാരണ എല്ലാ ദിവസവും ഒരു കറിയാണ് ഉണ്ടാക്കലെങ്കിൽ അന്ന് 2 തരം കറി. പ്രത്യേകം കിതാബുകളിൽ കാണാം, കോഴി അറുക്കലും ആടറുക്കലും ഒക്കെ, ആടിന്റെ മാംസവും കോഴിയുടെ മാംസമൊക്കെ അന്ന് വീട്ടിൽ വിഭവം ഉണ്ടാക്കി അത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഒക്കെ കൊടുക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇനി ഒരു ദിവസം കോഴിക്കറി മാത്രമേ സാധാരണ വെക്കാറുള്ളെങ്കിൽ അന്നത്തെ ദിവസം കോഴിക്കറി വെക്കുകയും പൊരിക്കുകയും ഒക്കെ വേണം. അങ്ങനെയാണല്ലോ. ഒരു മഹത്വമുള്ള ദിവസം കുടുംബത്തിലേക്ക് വിശാലത ചെയ്യാൻ പറ്റിയ മേഖലകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അവിടെ അവർക്ക് ആ ദിവസം അങ്ങനെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വസ്സല്ലാഹു അലൈഹി സായിറ സനതിഹി, മറ്റുള്ള എല്ലാ വർഷവും അല്ലാഹു അയാൾക്ക് വിശാലത ചെയ്തു കൊടുക്കുമത്രേ. സുബ്ഹാനല്ലാഹ്.
കുടുംബത്തിൽ വിശാല ചെയ്തു കൊടുക്കണം. അതോടൊപ്പം അയൽവാസികളിലേക്കും അത് തന്റെ കുടുംബക്കാരായ ആളുകളിലേക്കും തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് നീട്ടിക്കൊടുത്താൽ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം പറയാനില്ലല്ലോ. അപ്പൊ നന്നായി കുടുംബത്തിന് അന്ന് ചെലവഴിക്കണം. യാതൊരു പിശുക്കത്തരവും നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല വിശാലത. ഒരു പക്ഷേ ചില മക്കള് കോഴി കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അതേ സമയത്ത് ആ മക്കളിൽ ചില മക്കൾ ആട് കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ അവർ ബീഫ് കഴിക്കുന്നവരായിരിക്കും. എങ്ങനെയായിരിക്കും? ചില മക്കൾ ചില രൂപത്തിലാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്നില്ല. ഇന്ന് കോഴി മാത്രമേ ഉള്ളൂ, നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറയലല്ല. ആ മക്കളെയും പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല വിഭവം എന്താണോ അതുണ്ടാക്കി കുടുംബത്തിൽ വിശാലത ചെയ്തു കൊടുക്കണം. അങ്ങനെ വിശാലത ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ വർഷവും അള്ളാഹു നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലുമെല്ലാം അള്ളാഹു വലിയ വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാന്മാർ അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയ വിഷയങ്ങളാണ്. മുജറബായ കാര്യമാണ്. 50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ്, ഞാൻ ഈ വിഷയം സത്യമാണ് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. 50 വർഷത്തോളം ഇത് പരിശോധിച്ചിട്ട് അത് സത്യമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര മഹാന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജറബ്നാഹു ഫവജദ്നാഹു സഹീഹൻ. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, ജറബ്നാഹു 50 ഔ 60 സന. 50 വർഷത്തോളം അല്ലെങ്കിൽ 60 വർഷത്തോളം ഞങ്ങൾ ഇത് പരിശോധിച്ചിട്ട് ഇത് സത്യമാണ്, ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ മദനീയം കുടുംബാംഗങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 അന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ വിശാലത ചെയ്തോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. വേറെയും ഒരുപാട് മഹാന്മാർ ഇത് സത്യമാണ്, ഇത് ഞങ്ങൾ പരിശോധിച്ച് അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയ വേറെയും ഒരുപാട് മഹാന്മാരുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. പറയട്ടെ, എന്നാൽ അന്നത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട് ചില വേറെ വിഷയങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ നടമാടുന്നുണ്ടോ എന്ന ഒരു സംശയം. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും, അന്നത്തെ ദിവസം ഒരു സുറുമയിടുന്ന ഒരു പരിപാടി. സുറുമയിടൽ ഒന്നരാടം കൂടുമ്പോ സുറുമയിടൽ സുന്നത്താണ്. അതുപോലെ തന്നെ തലയിൽ എണ്ണയിടലും സുറുമയിടലും ഒന്നരാടം കൂടുമ്പോ സുന്നത്താണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അത് സുന്നത്താണ് എന്ന് കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലയിൽ എണ്ണയിടുക, അതുപോലെ തന്നെ കണ്ണിൽ സുറുമയിടുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മുഹറം 10 അന്ന് പ്രത്യേകമായ ഒരു സുറുമയിടല് അതൊന്നുമില്ല. മഹാനായ ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅമ്മാ അഹാദീസുൽ ഇക്തിഹാൽ വൽ ഗസ്ൽ വത്തതയ്യിബ് ഫീ യൗമി ആശൂറാ ഫമിൻ വലയിൽ കദ്ദാബ്. അത് കളവാണ്, അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല. അത് കളവ് ചമച്ചുണ്ടാക്കിയതാണ്. അന്നത്തെ ദിവസം സുർമയിടുക, അന്നത്തെ ദിവസം കുളിച്ചാല് പിന്നെ ഒരിക്കലും രോഗം വരൂല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായൊരു സുഗന്ധിടുക. അതേ സമയത്ത് ഒരാള് സുർമയിട്ടു, അന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കൽപ്പിച്ചിട്ടൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാള് അന്ന് കുളിച്ചു, അത് ഇന്നത്തെ ദിവസം കുളിച്ചാൽ രോഗം മാറും എന്നു വിശ്വസിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും കുളിക്കലുണ്ട്, അന്നും കുളിക്കാണ്, സ്വാഭാവികം കുളിക്കേണ്ടതല്ലേ, കുളിക്കണം, ആരും കുളിക്കാണ്ടിരിക്കാൻ പാടില്ല. അതേ സമയത്ത് സുഗന്ധം പൂശുക, അതൊക്കെ നല്ല സുന്നത്തായ കാര്യമാണ്. അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ സുന്നത്ത് പുരട്ടലും ഒരു സുഗന്ധം അടിച്ചു വീശലൊക്കെ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്.